ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ബാല്യകാലം മുതൽ ഒരു കൈ ഉയർത്തി ഏറ്റുപറഞ്ഞ ഈ വാക്യങ്ങൾക്ക് മേൽ നാം കൊടുക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഇന്ത്യ എന്ന ഈ രാജ്യം നമുക്കത് വെറുമൊരു മണ്ണ് മാത്രമല്ല, വെറുമൊരു ഭൂപ്രദേശമല്ല. ഇത് നമ്മുടെ അമ്മയാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ അഭിമാനമാണ്. ആയിരം വർഷങ്ങളുടെ പാരമ്പര്യവും സംസ്കാരവും പേറുന്ന ഈ ഭൂമിയിൽ ഓരോ ഇന്ത്യക്കാരനും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മണ്ണിൽ തന്നെ ജനിച്ച് ഈ മണ്ണിൻ്റെ അന്നം കഴിച്ച് ഈ മണ്ണിനെ തന്നെ ഒറ്റിക്കൊടുക്കാൻ മടിക്കാത്ത ചില വിഷജീവിതങ്ങളുണ്ട്. ഓർക്കുക, ഈ സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ കിട്ടിയതല്ല. രക്തം ചിന്തിയും ജീവൻ ബലി കഴിച്ചും നമ്മുടെ പൂർവികർ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. ഭഗത് സിംഗിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ത്യാഗത്തിൻ്റെ അഗ്നിജ്വാലയിൽ നിന്നാണ് ഈ രാജ്യം ഉയർത്തെഴുന്നേറ്റത്. അന്നുമുണ്ട് ഒറ്റുക. ബ്രിട്ടീഷുകാരുടെ കാലടിക്ക് ചുവട്ടിൽ മുട്ടിലേഞ്ഞവർ, സ്വന്തം രാജ്യത്തെ ചവിട്ടിമതിച്ച ആ ബൂട്ടുകളെ നക്കിത്തുടച്ചവർ, അവരുടെ വെറും ഭക്തന്മാരായി നമ്മുടെ രാജ്യസ്നേഹികളെ ഒറ്റുകൊടുത്തവർ. ചരിത്രം അവരോട് പൊറുക്കില്ല. നാം അവരെ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നുമില്ല. ഇന്നും ഈ ആധുനിക ഇന്ത്യയിലും ആ മനോരോഗികൾ പുതിയ രൂപങ്ങളിൽ തയച്ചു വളരുന്നുണ്ട്. രാജ്യത്തിൻ്റെ സമ്പത്ത് കട്ടുമുടിക്കുന്നവർ, ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്യുന്നവർ, അതിർത്തിക്കപ്പുറത്ത് നിന്ന് വരുന്ന ശത്രുവിന് വിവരങ്ങൾ കൈമാറി ഒറ്റിക്കൊടുക്കുന്നവർ, വർഗീയതയുടെയും വിഘടനവാദത്തിൻ്റെയും വിത്ത് പാകി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. ഒന്ന് ആയിന്നിറങ്ങാം, ചില ദേശദ്രോഹികളുടെ മുഖം മൂടി അയച്ചു കാണാം. 2025 മെയ് 29 ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 47 ലക്ഷം ഫോളോവേഴ്സുള്ള പ്രശസ്ത തെലുങ്ക് യൂട്യൂബർ ഭയ്യ സണ്ണി യാദവിനെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA അറസ്റ്റ് ചെയ്തു. തൻ്റെ മോട്ടോർ സൈക്കിൾ യാത്രകൾ വീഡിയോ ആക്കി നുദൻകൽ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്യങ്ങൾ ആകർഷിച്ച സണ്ണി പാകിസ്ഥാനിലേക്കുള്ള യാത്രയിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്ന സംശയത്തിലാണ് പിടിയിലായത്. 2025 മാർച്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായ സമയത്ത് ഇയാൾ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തു. NIA ഇയാളുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സണ്ണി തൻ്റെ ചാനലിൽ നിയമവിരുദ്ധമായ ബെറ്റിംഗ് ആപ്പുകൾ പ്രോത്സാഹിപ്പിച്ചതിനും കേസ് നേരിടുന്നുണ്ട്. ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള 33 വയസ്സുകാരി ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ 3.97 ലക്ഷം സബ്സ്ക്രൈബർമാരെ ആകർഷിച്ച ഒരു യാത്രാ വ്ളോഗർ. നൊമാഡിക് ലിയോ ഗേൾ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഈ യുവതി 2023 മുതൽ പാകിസ്ഥാൻ്റെ ISIയുമായി രഹസ്യബന്ധം പുലർത്തി. 2025 മെയ് 16 ഹരിയാന പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ എൽസാനുർ റഹീം അഥവാ ഡാനിഷ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ജ്യോതി 2025 ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയുടെ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാനിലേക്ക് കൈമാറി. 2023, 2024, 25 മാർച്ച് എന്നിങ്ങനെ 3 തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത ജ്യോതി തൻ്റെ വീഡിയോകളിൽ പാകിസ്ഥാനെ സ്നേഹത്തിൻ്റെ യാത്ര എന്ന് വിശേഷിപ്പിക്കുന്നു. അത് ഇന്ത്യയെ ഒറ്റിക്കൊടുത്തുകൊണ്ടുള്ള സ്നേഹം. ജ്യോതിയും സണ്ണിയും മാത്രമല്ല, പഞ്ചാബിലെ മലേർകോട്ട്ലയിൽ നിന്നുള്ള 31 വയസ്സുകാരി ഗുസേല ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചലനങ്ങളും എയർബേസുകളുടെ ചിത്രങ്ങളും പാകിസ്ഥാനിലേക്ക് അയച്ചതിന് 2025 മെയ് 11 അറസ്റ്റ് ചെയ്തിട്ടു. ഡാനിഷിൻ്റെ നിർദ്ദേശപ്രകാരം 30,000 രൂപയുടെ UP ഇടപാടുകൾ വഴി പ്രലോഭനങ്ങൾ സ്വീകരിച്ചു. ഹരിയാനയിലെ നൂഹിൽ നിന്നുള്ള മുഹമ്മദ് താരിഫ് സിർസ എയർബേസിൻ്റെ ചിത്രങ്ങൾ പകർത്തി പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകി. പഞ്ചാബിലെ ജലന്ധറിൽ നിന്നുള്ള അലി മൊബൈൽ ആപ്പ് വഴി രഹസ്യ വിവരങ്ങൾ കൈമാറി. 4 ഫോണുകളും 3 സിം കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു. ഈ വ്യക്തികൾ പണത്തിൻ്റെ ലാഭത്തിനായി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ വിൽപ്പനയ്ക്ക് വെച്ചു. ഹരിയാനയിലെ പട്ടാലിയയിൽ നിന്നുള്ള 25 വയസ്സുകാരനായ ദേവേന്ദ്ര സിംഗ് ദില്ലോൺ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ആയുധങ്ങളുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയും 2024 നവംബറിൽ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത് സൈനിക സ്ഥാപനങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചു. രാജസ്ഥാനിലെ ദീഗിൽ നിന്നുള്ള 34 വയസ്സുകാരനായ കാസിം 2024 ഓഗസ്റ്റിലും 2025 മാർച്ചിലും പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത് 90 ദിവസം തങ്ങി. ISI ഉദ്യോഗസ്ഥരിൽ നിന്ന് പരിശീലനം നേടി ഇന്ത്യൻ മൊബൈൽ സിം കാർഡുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ കൈമാറി. കാസിമിൻ്റെ സഹോദരൻ അസീനും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. വാരണാസിയിൽ നിന്നുള്ള 45 വയസ്സുകാരനായ തുഫൈൽ അൽ ആലം ഗസ്വയെ ഹിന്ദ് എന്ന തീവ്രവാദ ആശയം പ്രചരിപ്പിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ജീവൻ സമർപ്പിക്കേണ്ടവർ തന്നെ ദ്രോഹികളായി മാറുമ്പോൾ ഹൃദയം തകരുന്നില്ലേ? ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ള 28 വയസ്സുകാരനായ ആരോഗ്യ പ്രവർത്തകനായ സഹദേവ് സിംഗ് ഗോഹിൽ 2025 മെയ് 24 അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ വ്യോമസേനയുടെയും BSFൻ്റെയും സ്ഥാപനങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും അതിഥി ഭരദ്വാജ് എന്ന വ്യാജനാമത്തിൽ പാകിസ്ഥാൻ ഏജന്റിന് കൈമാറി. 40,000 രൂപയുടെ പ്രലോഭനം സ്വീകരിച്ചു.
ഡൽഹിയിൽ നിന്നുള്ള CRPF ജവാൻ മോതിറാം ജാത്ത് 2023 മുതൽ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് രഹസ്യ വിവരങ്ങൾ നൽകി 2023 മെയ് 20 അറസ്റ്റ് ചെയ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് 6 ദിവസം മുമ്പ് അവിടെ നിന്ന് മാറ്റപ്പെട്ട ജാത്ത് സോഷ്യൽ മീഡിയയിലൂടെ പണം സ്വീകരിച്ചു. മുംബൈയിൽ നിന്നുള്ള 27 വയസ്സുകാരനായ മെക്കാനിക്കൽ എഞ്ചിനീയർ രവീന്ദ്ര വർമ്മ ഫേസ്ബുക്കിലൂടെ ഹണി ട്രാപ്പിൽ വീണ് നാവിക കപ്പലുകളുടെ ബ്ലൂ പ്രിന്റുകൾ പാകിസ്ഥാനിലേക്ക് അയച്ചു. 2023 മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം മഹാരാഷ്ട്രയിലെ DRDOയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ പ്രദീപ് കുരുൽക്കർ, പൂനെയിലെ DRDO ലാബിൻ്റെ മുൻ ഡയറക്ടർ, ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ, മിസൈൽ സാങ്കേതികവിദ്യ, ഡ്രോൺ സംവിധാനങ്ങൾ പാകിസ്ഥാൻ്റെ ISIക്ക് വാട്സപ്പ് വഴി കൈമാറി. ഈ വിശ്വാസവഞ്ചന ഇന്ത്യൻ അതിർത്തികളിൽ രക്തസാക്ഷികളാകുന്ന സൈനികരുടെ ത്യാഗത്തിൻ്റെ മുഖത്തേക്ക് വീണ അടിയല്ലേ? മാപ്പ് ചോദിക്കേണ്ടതില്ലേ? ഇന്ത്യയുടെ ചരിത്രം ദേശദ്രോഹത്തിൻ്റെ കറുത്ത അധ്യായങ്ങളാൽ നിറഞ്ഞതാണ്. 2019 ഡൽഹിയിൽ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്ത മധുരി ഗുപ്ത പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി ബന്ധം പുലർത്തി രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിന് 2018 ശിക്ഷിക്കപ്പെട്ടു. 1990കളിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ ISIയുടെ ഹണി ട്രാപ്പിൽ വീണ് വിവരങ്ങൾ കൈമാറി. പിന്നീട് രാജിവെക്കേണ്ടി വന്നു. 2017 മധ്യപ്രദേശിൽ നിന്നുള്ള BSF ജവാൻ ശിവ് ശങ്കർ ശർമ്മ അതിർത്തി സുരക്ഷാ വിവരങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചു. ഈ പഴയ സംഭവങ്ങൾ ഇന്നത്തെ ദ്രോഹകൃത്യങ്ങളുടെ മുന്നോടി മാത്രമാണ്. നമ്മെ ജാഗ്രത പാലിപ്പിക്കാൻ ഓർമ്മിപ്പിക്കുന്ന ചില സംഭവങ്ങൾ. നമ്മുടെ രാജ്യം വിവിധ മതങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ഒരു മഹാസംഗമമാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം പയറ്റിയ ബ്രിട്ടീഷുകാരുടെ കാലം കഴിഞ്ഞിട്ടും ഇന്നും ചിലർ ഈ രാജ്യത്തെ വർഗീയതയുടെയും വിഭാഗീയതയുടെയും പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർ അവരും ഒറ്റുകാരാണ്, വഞ്ചകരാണ്. പണത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും മുന്നിൽ നമ്മുടെ മാതൃഭൂമിയെ വിൽപ്പനയ്ക്ക് വെച്ചവർ. നമ്മുടെ ജാഗ്രത, ഏകോപനം, ദേശസ്നേഹം ഇവയാണ് നമ്മുടെ ശക്തി. പറഞ്ഞു നിർത്തട്ടെ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്.